ഇത്രയും കാലം ചാനൽ ചർച്ചകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിരോധ കോട്ടയായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും പ്രിയപ്പെട്ട റെജി ലൂക്കോസ് ഇതാ കാവിക്കൊടി കയ്യിലേന്തിയിരിക്കുന്നു. എന്താണ് ഇതിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം? അതെ, പിണറായി സത്തിന്റെ ഏകാധിപത്യവും കയ്പും അദ്ദേഹം മടുത്തിരിക്കുന്നു. കൊള്ളയും കൊള്ളിവെപ്പും അതിന്റെ പാരമ്യത്തിലെത്തിയപ്പോൾ അദ്ദേഹം പിൻവാങ്ങി. എന്നാൽ ഇതിന് പിന്നിൽ ചില ലക്ഷ്യങ്ങളുമുണ്ട്. എന്താണത്? വഖഫ് വിഷയത്തിലും മുനമ്പത്തും റെജിയെടുത്ത നിലപാടുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിവേരറുക്കാനാണോ? സഖാക്കൾ പോലും ഞെട്ടിയിരിക്കുകയാണ്. കേരളം ഇതുവരെ കാണാത്ത രാഷ്ട്രീയ ചാണക്യ തന്ത്രങ്ങളുടെ ചുരുളഴിയുന്നു. റെജി ലൂക്കോസ് ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നില്ല. അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനാണ്. അതിലുപരി പിണറായി വിജയൻ എന്ന കരുത്തനായ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്നു. അമേരിക്കയിൽ 6 വർഷം പത്രപ്രവർത്തന രംഗത്ത് തിളങ്ങിയ ശേഷം കേരളത്തിലെത്തിയ റെജി ലൂക്കോസിനെ പിണറായി വിജയൻ തന്റെ വിശ്വസ്തനായി കൂടെ കൂട്ടി. മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ശേഷം തന്റെ വീട്ടിലേക്ക് വിരുന്നിനെ ക്ഷണിച്ച ചുരുക്കം ചിലരിൽ ഒരാളായിരുന്നു അദ്ദേഹം. കൈരളി ടിവിയിലും ദേശാഭിമാനിയിലും റെജി എഴുതിയ ലേഖനങ്ങളും നടത്തിയ പ്രസംഗങ്ങളും പിണറായി സർക്കാരിന് വേണ്ടി ഒരു വലിയ കവചമായി തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ആ കവചം തകർന്നിരിക്കുന്നു. ആ കവചം ഇപ്പോൾ BJPക്ക് വേണ്ടി ആയുധമായി മാറുകയാണ്. BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം അംഗത്വം എടുത്തപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ഒരു വലിയ അധ്യായമാണ് അവസാനിച്ചത്. പക്ഷേ ഇവിടെയാണ് ഒരു ട്വിസ്റ്റ് ഉള്ളത്. റെജി ലൂക്കോസ് BJPയിൽ ചേർന്ന ഉടനെ CPM കോട്ടയം ജില്ലാ കമ്മിറ്റി പറയുന്നത് എന്താണ്? അയാൾ ഞങ്ങളുടെ ആളല്ല. ഇത് സഖാക്കളെ, ഇത് നിങ്ങൾ പണ്ടേ പയറ്റുന്ന തന്ത്രമല്ലേ? ഗുണം കിട്ടുമ്പോൾ മാത്രം കൂടെ നിർത്തുക, മറുഭാഗത്തേക്ക് പോകുമ്പോൾ തള്ളി പറയുക. റെജി ലൂക്കോസിന് മാധ്യമങ്ങൾ നൽകിയ വിശേഷണമാണത്രേ ഇടതുപക്ഷ സഹയാത്രികൻ എന്ന്. ഇത്രയും കാലം ചാനലുകളിൽ വന്നിരുന്ന പാർട്ടിയെ വെള്ളപൂശിയപ്പോൾ എവിടെയായിരുന്നു ഈ ജില്ലാ കമ്മിറ്റി? റെജി ലൂക്കോസിന്റെ മാറ്റത്തിന് പിന്നിൽ കൃത്യമായൊരു പ്ലാൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി അദ്ദേഹം CPM നയങ്ങൾക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മുനമ്പം വഖഫ് ഭൂമി വിഷയമാണ്. മുനമ്പത്തെ സാധുക്കളായ ക്രിസ്ത്യൻ ഹിന്ദു കുടുംബങ്ങളുടെ ഭൂമി വഖഫ് ബോർഡ് തട്ടിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ CPM വഖഫ് ബോർഡിനൊപ്പമാണ് നിന്നത്. എന്നാൽ റെജി ലൂക്കോസ് ഇതിനെതിരെ ആഞ്ഞടിച്ചു. വഖഫ് നിയമം കിരാതമാണ്, അപരിഷ്കൃതമാണ് എന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു. സാധാരണഗതിയിൽ ഒരു ഇടതുപക്ഷ നിരീക്ഷകൻ ഒരിക്കലും പറയാത്ത കാര്യമാണിത്. മുനമ്പത്തെ ജനങ്ങളുടെ കണ്ണുനീർ കണ്ടപ്പോൾ പിണറായി സർക്കാരിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ഈ നിയമം രാജ്യത്ത് അടിച്ചേൽപ്പിച്ചത് കോൺഗ്രസ് ആണെന്നും ഇതിൽ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുപോലെ ഇരകളാണെന്നും അദ്ദേഹം പറഞ്ഞു. മോദി സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബില്ലിനെ CPM-ഉം കോൺഗ്രസും എതിർത്തപ്പോൾ റെജി ലൂക്കോസ് അതിനെ പിന്തുണച്ചു. ഇത് വെറുതെ പറഞ്ഞതല്ല, മറിച്ച് കേരളത്തിലെ ക്രിസ്ത്യൻ വോട്ടുകൾ BJPയിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു വമ്പൻ പാലമായി റെജി ലൂക്കോസ് മാറുകയായിരുന്നു. മാത്രവുമല്ല, നീതിക്കൊപ്പം ന്യായത്തിനൊപ്പമാണ് അദ്ദേഹം നിൽക്കുന്നത്. BJPക്ക് വേണ്ടി അദ്ദേഹം നടത്തുന്ന ഈ നീക്കം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ UDF-നെയും LDF-നെയും ഒരുപോലെ തകർക്കും. അവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം പൊളിച്ചെടുക്കും. റെജി ലൂക്കോസ് ഉന്നയിച്ച ഏറ്റവും വലിയ ആരോപണം കേരളത്തിന്റെ വികസന മുരടിപ്പിനെ കുറിച്ചാണ്. കേരളം ഒരു വൃദ്ധസദനമായി മാറുന്നു എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഓരോ മലയാളി യുവാവിന്റെയും ഉള്ളിലെ കനലാണ്. യുവാക്കൾക്ക് ഇവിടെ ജോലിയില്ല, ജീവിക്കാനാകുന്നില്ല, സംരംഭങ്ങൾ തുടങ്ങാൻ അനുവാദമില്ല, നോക്കുകൂലിയും രാഷ്ട്രീയ പീഡനവും മാത്രം ബാക്കി. അദ്ദേഹം ചോദിക്കുന്നു, നമ്മുടെ മക്കൾ എന്തിനാണ് നാട് വിടുന്നത്? ഇഷ്ടപ്പെട്ടുകൊണ്ടാണോ? അല്ല, കഷ്ടപ്പെട്ടു പോവുകയാണ്. ഉത്തരം വ്യക്തമാണ്. പിണറായി സർക്കാരിന്റെ നയങ്ങൾ. കേരളത്തിൽ വികസനം എന്നാൽ വെറും ഫ്ലക്സ് ബോർഡുകൾ മാത്രമായി ഒതുങ്ങുമ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP സർക്കാർ നടത്തുന്ന വികസന വിപ്ലവം താൻ നേരിട്ട് കണ്ടുവെന്ന് റെജി ലൂക്കോസ് സാക്ഷ്യപ്പെടുത്തുന്നു. ആശയപരമായ യുദ്ധമല്ല, വികസനത്തിനായുള്ള മാറ്റമാണ് കേരളത്തിന് വേണ്ടതെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ദ്രവിച്ച ആശയങ്ങളുമായി ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾ പുസ്തകങ്ങളിൽ മാത്രമായി ഒതുങ്ങുമ്പോൾ മോദിയുടെ വികസന രാഷ്ട്രീയം ജനങ്ങളുടെ വീട്ടിലേക്ക് എത്തുകയാണ്. കേരളത്തിലെ സാധാരണക്കാരായ വിശ്വാസികളെ വെല്ലുവിളിച്ച പിണറായി സർക്കാരിന്റെ നടപടികൾ റെജി ലൂക്കോസിനെ മാറ്റി ചിന്തിപ്പിച്ചു എന്നാണ് പറയുന്നത്. ശബരിമല വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ ഒരു വലിയ വിഭാഗം ജനങ്ങളെ പാർട്ടിക്കെതിരാക്കി. അയ്യപ്പന്റെ സ്വർണം പോലും മോഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഒരു വിശ്വാസിയായ മലയാളിക്ക് എങ്ങനെ ഇനിയും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കാൻ സാധിക്കും? പിണറായി സർക്കാർ ശബരിമലയെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാത്രം കണ്ടപ്പോ വിശ്വാസികൾക്ക് ആശ്വാസമായത് BJPയുടെ നിലപാടുകളാണ്. റെജി ലൂക്കോസിനെ പോലെയുള്ളവർ തിരിച്ചറിയുന്നത് ഇതാണ്. കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ ഏകീകരിക്കാതെ ഈ അഴിമതി ഭരണത്തെ പുറത്താക്കാൻ കഴിയില്ല. പ്രീണന രാഷ്ട്രീയത്തിന് വേണ്ടി എന്തിനും മടിക്കാത്തൊരു മുഖ്യമന്ത്രിക്ക് നൽകാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് റെജി ലൂക്കോസിന്റെ ഈ അംഗത്വം. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജനുവരി 11-ന് അമിത്ഷാ കേരളത്തിൽ എത്തുന്നു എന്നതാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ചാണക്യൻ എന്നറിയപ്പെടുന്ന അമിത്ഷാ വരുന്നത് വെറുതെയല്ല. കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യാനാണ് അദ്ദേഹം വരുന്നത്.
റെജി ലൂക്കോസിനെ പോലെയുള്ള പ്രമുഖരെ പാർട്ടിയിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരു വലിയ തിരക്കഥ ബി തയ്യാറാക്കി കഴിഞ്ഞു. ഒരു വലിയ മാറ്റത്തിന്റെ തിരക്കഥയാണ്, ഒരു വികസനത്തിന്റെ തിരക്കഥയാണത്. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമിശാസ്ത്രം മാറാൻ പോവുകയാണ്. ക്രൈസ്തവ വിഭാഗങ്ങളിൽ റെജി ലൂക്കോസിനെ പോലെയുള്ള സ്വാധീനം ബി കൃത്യമായി ഉപയോഗിക്കും. കോട്ടയം പോലെയുള്ള ജില്ലകളിൽ CPM-ന്റെ അടിത്തറ ഇളക്കാൻ റെജിയുടെ ഈ മാറ്റം സഹായിക്കും. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രമുഖർ BJP-യിലേക്ക് ഒഴുകുമെന്ന സൂചനയും രാജീവ് ചന്ദ്രശേഖർ നൽകുന്നുണ്ട്. റെജി ലൂക്കോസ് ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ യുദ്ധത്തിന്റെ ആവശ്യമില്ല എന്നതാണ്. കാരണം ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒരേ അജണ്ടയാണ്, അധികാരം നിലനിർത്തുക. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ആരും കാണുന്നില്ല, അതവർക്ക് വിഷയമേ അല്ല. CPM വർഗീയ വിഭജനത്തിന് ശ്രമിക്കുന്നു എന്ന അദ്ദേഹത്തിന്റെ ആരോപണം വളരെ ഗൗരവമുള്ളതാണ്. BJP-യെ വർഗീയവാദികൾ എന്ന് വിളിക്കുമ്പോൾ സ്വന്തം വോട്ട് ബാങ്കിന് വേണ്ടി കേരളത്തെ തുണ്ടം തുണ്ടമായി മുറിക്കുകയാണ് ചിലർ. ഇതിനെതിരെയാണ് റെജി ലൂക്കോസ് ശബ്ദമുയർത്തുന്നത്. ഉത്തരേന്ത്യയിൽ മോദി സർക്കാർ നടത്തുന്ന വികസനം കേരളത്തിലും സാധ്യമാക്കാൻ BJP-ക്കൊപ്പം നിൽക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറയുമ്പോൾ അത് ഓരോ സാധാരണക്കാരുടെയും വികാരമാണ്. റെജി ലൂക്കോസ് എന്ന വ്യക്തിയുടെ മാറ്റം ഒരു തുടക്കം മാത്രമാണ്. വിവരവും വിവേകവും ഉള്ളവർ ഈ അഴിമതിക്കൂട്ടം വിടുകയാണ്. പിണറായി സർക്കാർ വൻ അഴിമതികളിലും പ്രീണനങ്ങളിലും മുഴുകിയിരിക്കുമ്പോൾ സാധാരണക്കാരൻ ദാരിദ്ര്യത്തിലേക്ക് നീങ്ങുകയാണ്. മുനമ്പത്തെ പാവങ്ങളുടെ നിലവിളിയും ശബരിമലയിലെ വിശ്വാസികളുടെ കണ്ണുനീരും ഈ സർക്കാരിന് ശാപമായി മാറും. ആ തിരിച്ചറിവാണ് റെജി ലൂക്കോസിനെ മാറ്റി ചിന്തിപ്പിച്ചത്. BJP നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലേക്കും കൊണ്ടുവരാൻ അദ്ദേഹത്തെ പോലെയുള്ളവർ മുന്നോട്ട് വരുന്നത് കേരളത്തിന് പ്രതീക്ഷ നൽകുന്നു. ഇനി കടിച്ചു തൂങ്ങി നിന്നാൽ സാധാരണക്കാരന്റെ ശാപം ഏൽക്കേണ്ടി വരുമെന്ന സത്യവും എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. അവസാനമായി ഒന്ന് മാത്രം പറയാം, കേരളം ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിലാണ്. ദ്രവിച്ച ആശയങ്ങളും വികസന വിരുദ്ധതയും കൈമുതലായിട്ടുള്ള ഇടതുപക്ഷം ഒരു വശത്ത്, പ്രീണനം മാത്രം അറിയാവുന്ന കോൺഗ്രസ് മറുവശത്ത്, ഇതിനിടയിൽ വികസനത്തിന്റെ കാഹളവുമായി BJP മൂന്നാം ശക്തിയായി ഉയർന്നു വരികയാണ്. സത്യത്തിൽ റെജി ലൂക്കോസിന്റെ ഈ മാറ്റം ഒരു വലിയ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. കേരള രാഷ്ട്രീയത്തിന്റെ അണിയറയിൽ ഇപ്പോൾ വലിയൊരു പുകച്ചിൽ നടക്കുന്നുണ്ട്. റെജി ലൂക്കോസ് ഇന്ന് BJP ആസ്ഥാനത്ത് എത്തിയെങ്കിൽ നാളെ ആ നിരയിലേക്ക് വരാൻ പോകുന്നത് ഇടതുപക്ഷത്തിന്റെ ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരും അടങ്ങുന്ന ഒരു വലിയ നിര തന്നെയാണ്. പിണറായി വിജയന്റെ ഏകാധിപത്യ ഭരണരീതിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലെ ശ്വാസം മുട്ടിക്കുന്ന അന്തരീക്ഷവും കാരണം മനം മടുത്ത നൂറുകണക്കിന് ആളുകൾ ഇന്ന് പടിയിറങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇത്രയും കാലം പാർട്ടിയെ താങ്ങി നിർത്തിയവർ പോലും ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് ഈ പോക്ക് അഗാധമായ ഗർത്തത്തിലേക്കാണെന്ന്. ബിനോയ് വിശ്വമൊക്കെ അതിന് മറ്റൊരു ഇരയാണ്. കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി വികസന മുരടിപ്പാണ്. യുവാക്കൾക്ക് തൊഴിലില്ല, കർഷകർക്ക് ആശ്വാസമില്ല, കടക്കെണിയിൽ മുങ്ങിയ ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയിലുടനീളം നടപ്പിലാക്കുന്ന വികസന മാതൃകകൾ ജനശ്രദ്ധ ആകർഷിക്കുന്നത്. റെജി ലൂക്കോസ് പറഞ്ഞതുപോലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കൈവരിച്ച കുതിച്ചുചാട്ടം കണ്ണു തുറന്നു കാണുന്ന ഏതൊരാൾക്കും BJP-യുടെ വികസന രാഷ്ട്രീയത്തോട് ആകൃഷ്ടരാകാതിരിക്കാൻ കഴിയില്ല. അവിടെ റോഡുകളുണ്ട്, വ്യവസായങ്ങളുണ്ട്, യുവാക്കൾക്ക് തൊഴിലുണ്ട്. കേരളത്തിലോ വെറും കിറ്റും പ്രീണനവും കൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്ന പടയതന്ത്രം ഇനി ഇവിടെ വില പോകില്ല. CPM-ന് വിട്ട് വരാനിരിക്കുന്നവർ വെറുതെ വരികയല്ല, മറിച്ച് ഇന്ത്യയുടെ പൊതുവായ വികസനധാരയിൽ കേരളത്തെയും ചേർക്കണമെന്ന വലിയ ലക്ഷ്യത്തോടെയാണ് വരുന്നത്. പിണറായി സർക്കാരിന്റെ വൻ അഴിമതികളും മാസപ്പടി വിവാദങ്ങളും സ്വർണ്ണക്കൊള്ളയും കുടുംബ ഭരണവും കണ്ട് അണികൾ പോലും ലജ്ജിച്ച് തല താഴ്ത്തുകയാണ്. ശബരിമലയിലെ വിശ്വാസികളെ ദ്രോഹിച്ചതും വഖഫ് വിഷയത്തിൽ ജനങ്ങളെ വഞ്ചിച്ചതും രാഷ്ട്രീയ പ്രബുദ്ധരായ മലയാളികൾ മറക്കില്ല. ഇന്ന് മടിക്കുകയാണ് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനെന്ന് പറയാൻ. സാധാരണക്കാരന്റെ ശാപം ഏറ്റുവാങ്ങി ഈ സർക്കാർ തകരുമെന്ന് ഉറപ്പായതോടെയാണ് വിവേകമുള്ളവർ വികസനത്തിന്റെ വെളിച്ചമായി BJP-യിലേക്ക് ഒഴുകുന്നത്. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അഭൂതപൂർവമായ മാറ്റങ്ങൾക്കായിരിക്കും. കമ്മ്യൂണിസ്റ്റ് കോട്ടകൾ ഒന്നൊന്നായി തകരും. വികസനത്തിന്റെ മോദി ഗ്യാരണ്ടിയിൽ വിശ്വസിച്ച് ജാതിമത ഭേദമന്യേ മലയാളി BJP-യെ നെഞ്ചേറ്റും. റെജി ലൂക്കോസ് തെളിച്ച ഈ വഴിയിലൂടെ ഇനിയും വമ്പൻ സ്രാവുകൾ പുറത്തു വരാനുണ്ട്. അഴിമതിയും പ്രീണനവും ഇല്ലാത്ത പുതിയ കേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ BJP-യുടെ വികസന മാതൃക മാത്രമാണ് ഏക പോംവഴി എന്ന് ജനങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ മാറ്റത്തെ എങ്ങനെ കാണുന്നു? റെജി ലൂക്കോസിന് പിന്നാലെ ഇനിയും ആരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാളയം വിടും? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ രേഖപ്പെടുത്തുക. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.